എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഓൾറെഡി ഈ ചാനലിൽ 2 തരത്തിലുള്ള സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമേ. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ കാണിച്ച ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വരുന്ന പോലെ തോരപ്പരിപ്പും ചെറിയ നെല്ലിക്ക സൈസുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കണം. തോരപ്പരിപ്പ് അത്രയും കുതിർന്നാൽ മതിയാവും. പുളി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, സാമ്പാറിൻ്റെ ലാസ്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ അത് വെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വേവ് കൂടുതൽ ആവശ്യമുള്ള പച്ചക്കറികൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങും ക്യാരറ്റുമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, കുറച്ച് എണ്ണ എല്ലാം ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. സ്റ്റീം പോയതിനു ശേഷം കുക്കർ തുറന്ന് നോക്കുകയാണ്. തോരപ്പരിപ്പ് നന്നായി തന്നെ വെന്തുടഞ്ഞിട്ടുണ്ട്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും പാകത്തിന് വെന്തിട്ടുള്ളൂ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ബാക്കി വേവ് കുറവുള്ള പച്ചക്കറികളൊക്കെ ഇപ്പോൾ വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ മുരിങ്ങക്കായ, മത്തങ്ങയാണ്. ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 80% വേവിച്ചെടുക്കുക. ബാക്കി 20% നമ്മൾ തോരപ്പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിക്കുന്നുണ്ട്. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടി. ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതേ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉപ്പിട്ടിട്ടാണ് ഞാൻ മൂപ്പിച്ചെടുക്കുന്നത്. ഇതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഒരു പകുതി വഴണ്ടി വരുമ്പോഴത്തേനും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്തിട്ട് അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഞാൻ ആദ്യം കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു കളർ കിട്ടും. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് ചൂടാക്കി എടുക്കണം. സാമ്പാർ പൊടി ഞാനിവിടെ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഈ കൂട്ടും ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന തോരപ്പരിപ്പിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ചേർത്തിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ആദ്യം പുളി വെള്ളത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് പിഴിഞ്ഞ വെള്ളവും പിന്നെ സാമ്പാറിലേക്ക് ആവശ്യമാണെങ്കിൽ ആ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഏകദേശം 5 മുതൽ 6 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേന് ഈ പുളിയുടെ പച്ചമണവും പോവും, പുളിയും സാമ്പാർ പൊടിയൊക്കെ കഷ്ണത്തിലേക്ക് നന്നായി പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞ അത്രയും സമയമായിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് വെല്ലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിനൊരു താളിപ്പ് കൊടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം കടുകട്ട് പൊട്ടിച്ചെടുക്കുക. ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് പെരുങ്കായപ്പൊടി എല്ലാം ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില പിച്ചി ചേർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി സാമ്പാറിലേക്ക് നന്നായിട്ട് ഇറങ്ങും. കൊത്തമല്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.